ബാക്ക് ടു സൈലം ലേണിംഗ് ശ്വേതാവസാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇവിടെ ഒരു കുട്ടി കാര്യം ചെയ്യാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ചെറിയ ചോദ്യമാണ്. എന്താണെന്നറിയോ, നമ്മുടെ ചിന്നുക്കുട്ടിയും മിന്നുക്കുട്ടിയും കൂടെ അവരുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് പോയതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ പോയപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കുറച്ച് പോക്കറ്റ് മണി കൊടുത്തു. എന്തിനാണ്? എന്തെങ്കിലും കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പോക്കറ്റ് മണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ് എന്ന് നമ്മൾ അവരെ എണ്ണാൻ വേണ്ടി സഹായിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ മിസ്സിൻ്റെ കൂടെ മക്കളും കൂടെ വരുമോ എണ്ണാൻ വേണ്ടിയിട്ട്? നമുക്ക് എണ്ണി നോക്കിയാലോ അവർക്ക് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. നിങ്ങൾ നോക്കിക്കേടാ, ഒരു 100 രൂപ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് 10 രൂപ കിട്ടിയിട്ടുണ്ട്, പിന്നെ 1 രൂപയുടെ കുറച്ച് നാണയങ്ങളും കിട്ടിയിട്ടുണ്ടല്ലേ. ഇത് ആകെ എത്രയാണ് എന്നുള്ളതാണ്, എത്ര തുകയാണ് അവരുടെ കയ്യിലുള്ളത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പം നമുക്ക് നോക്കിയാലോ, ഈ ഒരു 100 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 രൂപ, ഒരൊറ്റ 100 രൂപയല്ലേ. അപ്പം മിസ് 100 എഴുതിയേ. ഇനി 10 രൂപ എന്ന് പറയുമ്പോൾ 1 2 3 4 5 10 രൂപകളുണ്ടല്ലേ. നിങ്ങൾ നോക്കിക്കേ, ഒരു 10 രൂപ നോട്ടാണെങ്കിൽ അത് 10 രൂപയല്ലേ. 2 10 രൂപ നോട്ടാണെങ്കിലോ 10 + 10 എത്രയാണടാ? 20 അല്ലേ. ദാ ഇവിടെ മാത്രം മാറിയാൽ മതി, 10ന്റെ സ്ഥാനത്ത് മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ പോരെ. 3 10 രൂപ നോട്ടാണെങ്കിലോ 10 + 10 + 10 30. അങ്ങനെയെങ്കിൽ 5 10 രൂപ നോട്ടാണെങ്കിലോ ഇവിടെ മാത്രം 5, പിന്നെ അപ്പത്ത് 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 50 ആയി, 50 റുപ്പീസ് ആയല്ലേ. പിന്നെയോ എത്ര 1 രൂപയുടെ നാണയങ്ങളാണ്? 1 2 3 4 5. 5 1 രൂപയുടെ നാണയങ്ങളാണല്ലേ. കൂട്ടി നോക്കുമ്പോൾ 0 + 5 5, 0 + 5 5, 155. അപ്പോൾ നമ്മുടെ ചിന്നുക്കുട്ടിക്ക് 155 രൂപയാണ് അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മിന്നുക്കുട്ടിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ നോട്ടുകൾ എത്രയാണെന്ന് പറയുന്നില്ല, ഇത്ര നോട്ടുകളാണ്, അതായത് കാണിക്കുന്നില്ല നോട്ടുകൾ, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മിന്നുവിന് 4 10 രൂപ നോട്ടും 1 100 രൂപ നോട്ടും 1 5 രൂപ നോട്ടും കിട്ടി. 4 10 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ എത്രയായിടാ? 4 10 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ 40. 1 100 രൂപ നോട്ട്, ഒരു 4 10 രൂപ നോട്ടുകൾ, പിന്നെയോ ഒരു 5 രൂപ നോട്ട് എന്ന് പറയുമ്പോൾ എന്തായി? 5 രൂപ തന്നെ അല്ലേ. 0 + 5 5 ആണ്, 0 + 4 4 ആണ്, ഇവിടെ 1 അല്ലേ. 145 അല്ലേ. അപ്പം നമ്മുടെ മിന്നുക്കുട്ടിക്ക് 145 രൂപ കിട്ടി. ഇതുപോലെ നിങ്ങൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ എത്ര രൂപയായി എന്നൊക്കെ നിങ്ങൾ ഇനി കണ്ടുപിടിക്കണം കേട്ടോ. അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ പൈസ കൊടുത്തോളാം, നിൻ്റെ മക്കൾക്ക് പൈസയൊക്കെ അടിപൊളിയായിട്ട് എണ്ണാനൊക്കെ അറിയാലോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കൂടാ. അതുവരേക്കും ബൈ.